ഹ്യുണ്ടായി ക്രെറ്റയുടെയും കിയ സെൽറ്റോസിന്റെയും ആധിപത്യത്തിന് തടയിടാൻ മാരുതി സുസുക്കി ഒരുങ്ങുന്നു. ബ്രെസയ്ക്കും ഗ്രാൻഡ് വിറ്റാരയ്ക്കും ഇടയിൽ ഒരു പുതിയ 5 സീറ്റർ SUV അവതരിപ്പിച്ചുകൊണ്ട് മിഡ് സൈസ് SUV സെഗ്മെന്റിൽ ഒരു പുതിയ യുദ്ധത്തിന് തിരികൊളുത്താനാണ് മാരുതിയുടെ പ്ലാൻ. എസ്ക്യൂഡോ എന്ന് പേരിടാൻ സാധ്യതയുള്ള ഈ പുതിയ വാഹനത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നമുക്ക് വിശദമായി അറിയാം. മാരുതിക്ക് ഗ്രാൻഡ് വിറ്റാര എന്നൊരു മികച്ച SUV നിലവിലുണ്ട്. എന്നാൽ വിലയുടെ കാര്യത്തിൽ ക്രെറ്റയോടും സെൽറ്റോസിനോടും കട്ടയ്ക്ക് മത്സരിക്കാൻ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് സാധിക്കുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാനാണ് മാരുതിയുടെ പുതിയ നീക്കം. ബ്രെസയേക്കാൾ വലുതും എന്നാൽ ഗ്രാൻഡ് വിറ്റാരയേക്കാൾ വില കുറഞ്ഞതുമായ ഒരു മോഡലായിരിക്കും ഇത്. ക്രെറ്റയുടെയും സെൽറ്റോസിന്റെയും ബേസ് മോഡലുകൾ വാങ്ങാൻ പോകുന്നവരെ ആകർഷിക്കുകയാണ് ഇതിലൂടെ മാരുതി ലക്ഷ്യമിടുന്നത്. മാരുതിയുടെ സാധാരണ അരീന ഡീലർഷിപ്പുകൾ വഴിയായിരിക്കും ഇതിന്റെ വിൽപ്പന. Y17 എന്ന കോഡിലാണ് ഈ വാഹനം ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ പുതിയ SUVക്ക് കാഴ്ചയിൽ ഗ്രാൻഡ് വിറ്റാരയുമായി വലിയ സാമ്യമുണ്ടാകും എന്നാണ് വിവിധ ഓട്ടോമൊബൈൽ മീഡിയകൾ പറയുന്നത്. ഉൾവശത്തും ഈ സാമ്യം പ്രതീക്ഷിക്കാം. എന്നാൽ വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഗ്രാൻഡ് വിറ്റാരയുടെ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് ഈ പുതിയ SUVയും ഇഷ്ടമാകും. ഗ്രാൻഡ് വിറ്റാരയിലെ ചില മുന്തിയ ഫീച്ചറുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. എങ്കിലും പ്രധാനപ്പെട്ട ഫീച്ചറുകൾക്കെല്ലാം സാധ്യതയുമുണ്ട്. വലിയ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വെന്റിലേറ്റഡ് സീറ്റുകൾ, സൺറൂഫ്, വയർലെസ് ഫോൺ ചാർജർ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. എഞ്ചിന്റെ കാര്യത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മാരുതിയുടെ വിശ്വസ്തനായ ബ്രെസയിലും ഗ്രാൻഡ് വിറ്റാരയിലുമൊക്കെ കാണുന്ന 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ ആയിരിക്കും ഇതിനും കരുത്തു പകരുന്നത്. പവർ 103 bhp ഗിയർ ബോക്സ്, 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഓപ്ഷനുകൾ. പ്രധാന മാറ്റം, വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഗ്രാൻഡ് വിറ്റാരയിലുള്ള വില കൂടിയ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിൻ ഓപ്ഷൻ ഈ പുതിയ SUVയിൽ ഉണ്ടാകില്ല. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഇതിന്റെ വില എത്രയായിരിക്കും? പ്രതീക്ഷിക്കുന്ന വില ഏകദേശം 9 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയായിരിക്കും ഇതിന്റെ പ്രാരംഭ വില. ഇത് ക്രെറ്റയുടെയും സെൽറ്റോസിന്റെയും വിലയുമായി നേരിട്ട് മത്സരിക്കും. ലോഞ്ച് ഏകദേശം ദീപാവലി സമയത്ത് ഈ വാഹനം വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ഗ്രാൻഡ് വിറ്റാരയുടെ ലുക്കും ബ്രെസയുടെ വിശ്വസ്തമായ എഞ്ചിനും അതിലുപരി ക്രെറ്റയെ വെല്ലുന്ന വിലയുമായിട്ടായിരിക്കും മാരുതിയുടെ ഈ പുതിയ പോരാളി എത്തുക. ഈ വിലയിൽ ഈ ഫീച്ചറുകളോടെ മാരുതിയുടെ ഈ പുതിയ SUV വിപണിയിൽ ക്ലിക്കാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.